പ്രിയ കുട്ടികളെ, നമ്മുടെ യൂണിറ്റ് തീർന്നു. നമുക്ക് വിലയിരുത്താം എന്ന ഭാഗത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ പാഠത്തിന്റെ ലെറ്റസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലെറ്റസസിലെ ഓരോ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിലെ ചോദ്യങ്ങൾ പോലെയാണ് പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെറ്റസസിലെ ചോദ്യങ്ങളുടെ മോഡൽ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുന്നതും പല പ്രാവശ്യം ചെയ്ത് ആ ചോദ്യോത്തരങ്ങളെല്ലാം അറിയാമെന്ന് ഉറപ്പുവരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. ചിലപ്പോൾ ലെറ്റസസിലെ ചോദ്യങ്ങൾ അതേപടി ഒരു മാറ്റം പോലും ഇല്ലാതെ SSLC പരീക്ഷയ്ക്ക് വരെ ചോദിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു കാർബണിൻ്റെ ചെയിൻ മാത്രമായിട്ട് നമുക്ക് തന്നിരുന്നു. ഹൈഡ്രജൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പാകത്തിന് ഹൈഡ്രജൻ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാമായിരുന്നു ഒരു കാർബണിൻ്റെ അടുത്ത് ബോണ്ടും ഹൈഡ്രജനും കൂടി 4 എന്നുള്ളൊരു പ്രത്യേക മെത്തേഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് മാത്രം ചെയ്താലേ നമുക്ക് ഹൈഡ്രജൻ ഇങ്ങനെ തെറ്റാതെ എഴുതാൻ പറ്റുള്ളൂ. ടീച്ചർ അത് പൂരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഇനി അതുകൂടാതെ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാൻ ചോദിക്കും. എല്ലാ പിള്ളേർക്കും അതിൻ്റെ മാർക്ക് കിട്ടും. കാരണം കാർബൺ എത്ര, ഹൈഡ്രജൻ എത്ര എന്ന് കൃത്യമായിട്ടെന്ന് എണ്ണി എഴുതുന്നതിനാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. കാർബൺ ഇതിൽ എണ്ണിക്കഴിയുമ്പോൾ 6 എണ്ണവും ഹൈഡ്രജൻ 14 എണ്ണവുമാണ്. ഇനി ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരുന്നു മെയിൻ ചെയിനിൽ? 5 ഹൈഡ്രജൻ ആറ്റമാണ് മെയിൻ ചെയിനിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ പേര് എന്താണ്? അതിൻ്റെ പേര് 3-മീഥൈൽ പെൻറ്റെയ്ൻ എന്നായിരുന്നു. ഇനി നമുക്ക് ഇഷ്ടം പോലെ കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പേരുകൾ കൃത്യമായിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏത് കോമ്പൗണ്ട് വേണമെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ക്ലാസ്സും ടീച്ചർ തരുന്നുണ്ടെന്നുള്ള കാര്യം ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. അത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്നൊരു ചാനലിലാണ് നൽകുന്നത്. ഇതുപോലെ തന്നെ ക്ലാസ് റൂമിൽ എങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആ ഒരു മെത്തേഡിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പാഠപുസ്തകത്തിലെ ഓരോ ഭാഗവും കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ചോദ്യം. അപ്പോൾ ടീച്ചർ എളുപ്പപ്പണികൾ പലതും പറഞ്ഞിട്ടുണ്ട്. ലോങ് ചെയിൻ എന്നുള്ള ഒന്നാമത്തെ പരിപാടി. അപ്പോൾ ലോങ് ചെയിൻ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നമ്പർ കഴിഞ്ഞാൽ അപ്പോഴേ പേരിടിയില്ല. നമ്പർ കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് ഈ സൈഡിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ നമ്പർ ഇടയിലാണ് രണ്ടാമത്തെ പരിപാടി. ചെയിൻ കണ്ടുപിടിക്കുക, നമ്പർ ഇടുക. അപ്പോൾ ടീച്ചർ എല്ലാം ഒരേ പാറ്റേണിലാണ് പറയുന്നത്. നമുക്കത് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഇതിൻ്റെ പേര് നമ്മളിനി അടുത്തതായിട്ട് ചെയ്യേണ്ട പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്. അത് കഴിഞ്ഞ് അതിൽ ബ്രാഞ്ചായിട്ട് കൊടുത്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്കതിൻ്റെ പേര് 3, ബ്രാഞ്ചിൻ്റെ പേര് 3-മീഥൈൽ, ഹൈഫൻ ഒന്നും ഇടാൻ നമ്മൾ മറന്നില്ല. 3-മീഥൈൽ ഹെക്സൈൻ എന്നാണ് അതിൻ്റെ പേര്. അടുത്ത കോമ്പൗണ്ട് നോക്കാം. അടുത്ത കോമ്പൗണ്ട് ഒരു ഡബിൾ ബോണ്ട് ഇവിടെയുണ്ട്. ആ ഡബിൾ ബോണ്ടിന് പ്രാധാന്യം നൽകി നമ്മൾ നമ്പർ ഇടണം. ബ്രാഞ്ച് ഒന്നുമില്ല, ലോങ് ചെയിൻ ഇതാണ്. അപ്പോൾ നമ്പർ ഇട്ടാൽ പേര്. ഉടനെ നമ്പർ ഇട്ടു. നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പേരിടുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തതിനാൽ വേർഡ് റൂട്ട് നേരെ തുടങ്ങാം. ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ തുടങ്ങാം. ഇനി നമ്മൾ നോക്കുന്നത് ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നല്ലോ. ആ ഡബിൾ ബോണ്ട് എവിടെയായിരുന്നു എന്ന് കൃത്യമായിട്ട് പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ഹൈഫൻ ഡബിൾ ബോണ്ടിനെ സൂചിപ്പിക്കുന്ന ENE, ഹെക്സ് 2 എന്നാണ് അത് വായിക്കുന്നത്. അടുത്ത് നോക്കുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ആദ്യം ലോങ് ചെയിൻ കണ്ടുപിടിക്കുന്നു. ബ്രാഞ്ച് ഒന്നുമില്ല, ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് കൊടുത്താൽ ട്രിപ്പിൾ ബോണ്ടിന് വലിയ നമ്പറായിപ്പോയി. ഇപ്പോൾ 2-നും 3-നും ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയിമിങ് കഴിഞ്ഞു. അതിനും നമുക്ക് 6 വന്നത്. ഹെക്സ് എന്ന് തുടങ്ങി ആ ഡബിൾ ബോണ്ട് 2-നും 3-ക്കും ഇടയിൽ 2 എന്ന ചെറിയ നമ്പർ എടുത്തിട്ട് YNE എന്ന് കൊടുത്തതോടെ അതിൻ്റെയും പേരായി. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നേക്കുന്ന കാർബോക്സിലിക് ഗ്രൂപ്പ് വന്നേക്കുന്നതാണ്. അതിൻ്റെ കാർബണാറ്റത്തിനാണ് നമ്മൾ ഒന്നൊന്ന് കൊടുക്കേണ്ടത്. ഫങ്ഷണൽ ഗ്രൂപ്പ്, ഡബിൾ ബോണ്ട്, അതിനാണ് പ്രാധാന്യം നൽകി നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്പർ കൊടുത്തപ്പോൾ 5 എന്ന് കണ്ടു. 5 എന്ന് പറഞ്ഞത് നമ്മൾ പെൻറ്റ് എന്ന് തുടങ്ങി പെൻറ്റെയിൻ വരെ എഴുതാം. എഴുതാതെ ഓയിക് ആസിഡ് എന്ന് ചേർത്താൽ മതി. ഒന്നിലാണ് ഓയിക് ആസിഡ് എങ്കിലും ഒന്നായതുകൊണ്ട് എഴുതണമെന്നില്ല.
അതുപോലെ തന്നെ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ CHO ഗ്രൂപ്പ് വരുന്ന അടുത്ത കോമ്പൗണ്ടാണ് ഉള്ളത്. ആ അടുത്ത കോമ്പൗണ്ടിനും ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ വരത്തക്ക രീതിയിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ 4 കണ്ടതോടുകൂടി ബ്യൂട്ട് എന്നെഴുതി, ബ്യൂട്ടൈൻ എന്ന് വരെ എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റിയിട്ട് ആൽഡിഹൈഡിൻ്റെ AL ചേർത്തു. അടുത്തതായിട്ട് നോക്കിയപ്പോൾ അതും ഒരു സ്ട്രെയിറ്റ് ചെയിനേ ഉള്ളൂ. ഇവിടെ ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, അത് ഈ സൈഡ് ചേർന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്പർ വന്നിരിക്കുന്നത്. 5 കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ട് പെൻഡെ എന്ന് കൊടുക്കണം. അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ട വേർഡ് റൂട്ടുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പെൻഡെ എന്ന് കൊടുത്തിട്ട് പെൻഡെയിൻ വരെ കൊടുത്തു. അത് കഴിഞ്ഞ് 2ലാണ് മാറ്റിയിട്ട് 2ൽ ഒരു ONE എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമുക്ക് വന്നിരിക്കുന്നത് കുറച്ചുകൂടി ഇത്രയും കോമ്പൗണ്ടുകൾ കൂടി നമുക്ക് പേര് കൊടുക്കുവാനുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ 2 ക്ലോറിൻ വന്നേക്കുന്ന ബ്രാഞ്ച് പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് തന്നെ കൊടുത്തു, ക്ലോറിൻ ഉള്ള സൈഡിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായത് 2ൽ 2 ക്ലോറിൻ. അപ്പോൾ നമ്മൾ കൊടുക്കാറ് 2,2 ഡൈക്ലോറോ ബ്യൂട്ടൈൻ എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുക്കുന്നത്. 4 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് ബ്യൂട്ടൈൻ. അടുത്തതായിട്ട് നമ്മൾ പേര് കൊടുക്കുന്ന 3 കോമ്പൗണ്ടുകളും അല്പം ശ്രദ്ധിക്കുവാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നെയിമിങ്ങുമായിട്ട് വീണ്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ടീച്ചറെ മനസ്സിലാകുന്നില്ല എന്ന് ടീച്ചറിന് നോക്കുമ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് തോന്നും. പക്ഷേ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എന്താണ് അവരുടെ ബുദ്ധിമുട്ട് എന്നവർ തുറന്ന് പറഞ്ഞാലല്ലേ ഫുൾ മാർക്ക് കിട്ടാൻ ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചറിനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികളെ സഹായിക്കുന്ന. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ നമ്പരും കാര്യങ്ങളും ഒക്കെ കിട്ടി ടീച്ചറിനോട് നേരിട്ട് മെസ്സേജ് ഇടുകയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പഠിക്കുന്നതിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് എന്ന് ടീച്ചറിനോട് പറയുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട ഹെൽപ്പ് നൽകാനായിട്ട് ടീച്ചറിന് സാധിക്കും. പറഞ്ഞ പോലെ ഈ 3 കോമ്പൗണ്ടുകൾ അല്പം ഡിഫറൻറ്റും അല്പം ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നതാണ്. ഇല്ല ടീച്ചറെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള രീതിയിൽ കോൺഫിഡൻസോടെ ചെയ്യുക. അപ്പോൾ നോക്കി എന്ന് കണ്ടതോടുകൂടി ഇതൊരു ഈഥർ എന്ന് പറയുന്നതിൽ പെടുന്നതാണ്. അപ്പോൾ ഈഥറിൻ്റെ നെയിമിങ് പ്രത്യേകതയാണ്. നമ്മൾ 2 സൈഡിലുമുള്ള കാർബൺ ആറ്റങ്ങൾ പ്രത്യേകമാണ് എഴുതുന്നത്. 2 സൈഡിലും 2 എണ്ണം വീതം. ഇവിടെ ഒരു CH2ലും CH3, ഇവിടെ ഒരു CH2 CH3, ഇവിടെയും 2 കാർബൺ, ഇവിടെയും 2 കാർബൺ. ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണത്തെ തുടങ്ങാം. രണ്ടും ഒരുപോലെയല്ലേ. അപ്പോൾ എത്ത് എന്ന് പറഞ്ഞ് 2 കാർബണിൻ്റെ കാര്യമായി. പിന്നെ ഓക്സിൻ്റെ കാര്യം എത്തോക്സി. അപ്പോൾ അത് എഴുതാൻ പഠിച്ചു. ഇനി ഈ 2 കാർബൺ എത്ത് എന്ന് പറഞ്ഞാൽ 2 കാർബണെ സൂചിപ്പിക്കുന്നല്ലോ, ഈഥൈൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടായി. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഈ കോമ്പൗണ്ടിൽ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൂടിയുണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ചുമുണ്ട്. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം, ഡബിൾ ബോണ്ടിൻ്റെ സൈഡിൽ നിന്ന് വേണം. നമുക്ക് ഡബിൾ ബോണ്ട് നടുക്കാണല്ലോ ടീച്ചറെ. അപ്പോൾ 1 2 3 4. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2 എന്ന് വരും. 2നും 3ക്കും ഇടയിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട് വരുന്നത്. ആ 2വിൽ തന്നെയാണ് മീഥൈൽ ഗ്രൂപ്പും വരുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ കൊടുക്കാം. 2 3 4. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ ബ്രാഞ്ച് വന്നാൽ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്, നെയിം ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ. ഇനി വേർഡ് റൂട്ട് ആയിട്ടുള്ള ബ്യൂട്ട്, എല്ലാം നമ്മൾ മഞ്ഞ നിറമുള്ള പല ബോക്സുകൾ കൂടി പഠിച്ചതാണ്. ബ്യൂട്ടിന് പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അതിൽ 2ാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ബ്യൂട്ട് 2 ഈന്. ഇനി 3ാമത്തെ കോമ്പൗണ്ട് നോക്കുമ്പോൾ അതിന് ട്രിപ്പിൾ ബോണ്ട് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ബ്രാഞ്ച് ഇവിടെയും വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം നമ്പർ കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ബ്രാഞ്ചിൻ്റെ പേര് തന്നെയാണ് ആദ്യം എഴുതുന്നത്. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്, നെയിം ഓഫ് ദി ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ്, പിന്നെ വേർഡ് റൂട്ട് ബ്യൂട്ട്, അതിൻ്റെ 1നും 2നും ഇടയിലാണെന്നുള്ളത് 1 എന്ന് കൊടുക്കണം, 1YNE. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നെയിമിംഗ് ഉണ്ടായിരുന്നത്. അടുത്ത പേജിൽ മുഴുവൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോലുള്ള ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചത് പഠിക്കണം. ഈ പാഠത്തിൽ നിന്നും ചോദിക്കാവുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഉറപ്പായിട്ടും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അതായത് പേര് തന്നു,
നിങ്ങൾ സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. അപ്പോൾ ഇവിടെ എന്തായാലും ഈ പേരുകളുടെ ഒന്നും സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ മാത്രം സ്ഥലമില്ല. ടീച്ചർ കൃത്യമായിട്ടും ABC എന്ന പേരുകൾ എഴുതി നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പേരെഴുതുന്ന രീതി ഒന്നുകൂടി പഠിപ്പിച്ചു തരാം. ആ മെത്തേഡ് അല്ലാതെ മറ്റൊരു മെത്തേഡിൽ എഴുതിയാലും നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടുകയില്ല. ഈ കോമ്പൗണ്ടുകളെല്ലാം അല്പം വലിപ്പത്തിൽ നിങ്ങൾക്ക് ഭംഗിയായി കാണത്തക്ക രീതിയിൽ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. എല്ലാം ചെയ്യുന്നത് ഒരു പാറ്റേണിലായതുകൊണ്ട് നമുക്ക് മാറി മാറി ചിന്തിക്കേണ്ട, ഒരേ പാറ്റേണിലാണ് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് ട്രൈമീഥൈൽ ഹെക്സൈൻ എന്നാണ് ഇവിടെ കണ്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് അതിൻ്റെ മെയിൻ ഭാഗം ഇതാണ്. 6 കാർബണാറ്റം ഉള്ളതിൽ ബ്രാഞ്ചുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ 6 കാർബണാറ്റം ഇടാൻ ഒരു കുട്ടിക്കും വിഷമിക്കേണ്ടതില്ല. നമ്മൾ നേരെ 6 കാർബണാറ്റം അതെണ്ണ ഒന്നും തെറ്റാതെ ഇടണം. അതിൽ ഹെക്സൈൻ എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് സിംഗിൾ ബോണ്ടിൻ്റെ ഒന്നും മുകളിലൊന്നും വരയ്ക്കരുത്. ഇനി 2,33 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണി തുടങ്ങണം. ഒരു കാര്യം പറയാം, 1 ഇവിടെ വേണം, 1 2 3 ഇവിടുന്ന് വേണേലും എണ്ണാം. നിങ്ങൾക്ക് ഇഷ്ടം ഇവിടുന്നാണെങ്കിൽ 1 2 3 ഇവിടുന്ന് വേണം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ടീച്ചർ ഇവിടുന്ന് എണ്ണുന്നു, കുറേ എണ്ണം ആ സൈഡിൽ നിന്ന് എണ്ണി കാണിക്കൂ കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഇപ്പം 1 2 2ലാണ് ഒരു മീഥൈൽ, 3 മീഥൈൽ ഗ്രൂപ്പിലെ 2 എണ്ണം ഇവിടെയാണ് 1. ഇനി 3ൽ തന്നെ താഴേക്ക് മുകളിലേക്ക്, കാരണം 3 എന്ന് എഴുതിയപ്പോൾ പേരിൽ നിന്ന് വ്യക്തമാണ് അതിൽ 3ൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി ടീച്ചർ പറഞ്ഞു ഇപ്പോൾ എല്ലാം തീർന്നു, ബ്രാഞ്ചുകളെല്ലാം എഴുതി. ഇനി നമുക്ക് കാർബൺ ഇങ്ങനെ അസ്ഥികൂടം പോലെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ കാർബണാറ്റത്തിൽ ഒരു ബോണ്ടാണുള്ളത്. കാർബണാറ്റത്തിൽ എപ്പോഴും 4 വേണം. അപ്പോൾ ഒരു ബോണ്ടും 3 ഹൈഡ്രജനും, 3 1 4 പട്ടിക ചെല്ലണം. ഇനി 1 2 3 4ആകാൻ 3 1 4, ആ 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇടണം. ഇവിടെ ഈ കാർബണിന് ചുറ്റും 1 2 3 4 അങ്ങനെ എണ്ണാൻ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കൊണ്ട് എവിടെ ഒരു ഹൈഡ്രജൻ ഇട്ട് വെച്ചിട്ട് വെട്ടിയൊക്കെ കളഞ്ഞിട്ട് ആകെ വൃത്തികേടാവും. ആ ഒരു അങ്ങനെ ചെയ്യരുത്. ഈ ടീച്ചർ ചെയ്യുന്നവർ ക്ഷമയോടെ ചെയ്യണം. ഇനി ഒരു കാർബണാറ്റം അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ടാണുള്ളത്. 2 2 2 4. ഈ കാർബണാറ്റം എടുത്തപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് 2 2 2 4. നമ്മൾ ഒരു കാർബൺ എടുത്താൽ ആ കാർബണിൻ്റെ മാത്രം നോക്കിയാൽ മതി. ഈ കാർബണിൻ്റെ ചുറ്റും നോക്കിയാൽ ഇതിൻ്റെ പുറകിൽ മാത്രം ഒരു ബോണ്ട്, 1 3 4. അങ്ങനെ ഇങ്ങനെ ഹൈഡ്രജൻ കൊടുത്തതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം പോലും വെട്ടുകയോ ഒരു കോൺഫിഡൻസ് കുറവോ ഇല്ല, കൃത്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്, എത്തോക്സി ബ്യൂട്ടൈൻ. അപ്പോൾ ആ എത്തോക്സി ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടു ഓക്സി കണ്ടതോടുകൂടി O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ എത്ത എന്ന് പറയുന്ന 2 കാർബണാറ്റവും ഈ സൈഡിൽ എത്ത എന്ന് പറയുന്ന 2 കാർബണാറ്റവും ആ സൈഡിൽ ബ്യൂട്ട എന്ന് പറയുന്ന 4 കാർബണാറ്റവും ഉണ്ട്. എല്ലാം തമ്മിൽ സിംഗിൾ ബോണ്ടൊക്കെ പിന്നെ ഇട്ടാൽ മതിയായിരുന്നു. ഓക്കെ, തീർന്നു പരിപാടി. ഇനി നമുക്ക് അതിനകത്ത് ഹൈഡ്രജൻ തെറ്റരുത്, വെട്ടിയും കുത്തി എഴുതരുത്. ഇവിടെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായി ഒരു ബോണ്ട്, 1 3 പട്ടികയെല്ലാം പഠിക്കണം. നോക്കിക്കേ, അടുത്തത് 2 ബോണ്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും, അത് 2 നോക്കണം. അതുകൊണ്ട് ഇവിടെ 2 2. ഓക്സിജനെ നമ്മളൊന്നും ചെയ്യണ്ട, കാർബണിൻ്റെ കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ട്, 2 2 4. അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ട്, 2 2 4. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ കാർബണിനും 2 ബോണ്ട്, 2 2 4. ഇനി ഇവിടെ ഒരു ബോണ്ട്, 3 ഹൈഡ്രജൻ, 1 3 4. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും ബ്യൂട്ടെന്ന് പറയുന്ന ബ്രാഞ്ച് ഒന്നും ഫ്രണ്ടിൽ ഇതുപോലെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയാണ് ടീച്ചർ എല്ലാം കൂടി കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ബ്രാഞ്ച് ഒന്നും ഫ്രണ്ടിൽ എഴുതിയില്ല, നേരെ ബ്യൂട്ടെന്ന് തുടങ്ങുക. പിന്നെ അതിനെ ആലോചിച്ചിരിക്കേണ്ട, ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആലോചിക്കണം. 4 കാർബൺ ആറ്റം വളരെ സുന്ദരമായിട്ട് വരച്ച് വെക്കുക. ബ്യൂട്ടൈൻ 2 ഓൺ. ഉടനെ നമുക്ക് മനസ്സിലായി ഓൺ, നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. ഓൺ എന്നുള്ളത് കീറ്റോണിനെ സൂചിപ്പിക്കുന്നു. ആ 2വിൽ 1 2 അങ്ങനെ ടീച്ചർ എണ്ണി. നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് എണ്ണി എഴുതാമായിരുന്നു, ടീച്ചർ ഈ സൈഡിൽ നിന്ന് എണ്ണി 2 ഓൺ. ഇനി നമ്മൾ എല്ലാത്തിൻ്റെയും സിംഗിൾ ബോണ്ട് ബാക്കി എല്ലാവർക്കും കൊടുത്തു. തനിച്ചുള്ള കാർബണാറ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോണ്ട്, 1 3. ഈ കാർബണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ട്, 2 2. ഈ കാർബണാറ്റത്തിന് ഇവിടെ ഒരെണ്ണം,
ഇതൊക്കെ ടീച്ചർ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, അത് സ്കൂളിൽ ചെല്ലുമ്പോൾ പഠിക്കാമെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ഇത് ഹൈഡ്രജൻ ഒന്നും കയ്യിൽ നിന്ന് വരികയില്ല. എണ്ണം 2 ഇട്ട് 3 ഇട്ട് വെട്ടുന്നതാണ് എപ്പോഴും കാണുന്നത്. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നും തോന്നി. നിങ്ങൾ എഴുതി പഠിച്ച് ഉറപ്പിക്കുക. അടുത്തതായിട്ട് ബ്രാഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല പേരയിൽ, പെന്നെന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ 5 കാർബൺ ഇടാൻ വേണ്ടി പിന്നെ ആലോചിച്ചൊന്നും നിൽക്കരുത്. അതിനെല്ലാവരും തമ്മിൽ സിംഗിൾ ബോണ്ട് ഇടുന്നതിന് നോക്കിക്കുക. ANE ഒന്നും അല്ല, അതുകൊണ്ട് സിംഗിൾ ബോണ്ട് ഇടാൻ പാടില്ല. YNE എന്ന് കണ്ടു കഴിഞ്ഞു, ഒന്നിലാണ്. ഒന്നുകിൽ ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ 1 എന്നെണ്ണി അതിൽ ട്രിപ്പിൾ ബോണ്ട് ഇടാം, അല്ലെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇടാം. ടീച്ചർ ഇവിടെ തന്നെ ഇടുകയാണ്. ട്രിപ്പിൾ ബോണ്ട് ഇട്ടു. അതിനുശേഷം ബാക്കി എല്ലാത്തിനും സിംഗിൾ ബോണ്ട് കൊടുക്കും. ബാക്കി ഇനി എന്നാ ചെയ്യുന്നോർത്തിരിക്കരുത്. ഇനി നമ്മൾ ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് വന്നതോടുകൂടി, അതാണ് എണ്ണാൻ പഠിക്കുന്നത്, ഈ കാർബണിന് ഒരു ഹൈഡ്രജൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ കാർബണിന് 3 ബോണ്ടുണ്ട്, ഒരു ഹൈഡ്രജൻ. ഈ കാർബണിൻ്റെ ഈ സൈഡിൽ 3 ബോണ്ട്, ആ സൈഡിൽ 1 ബോണ്ട്, അങ്ങനെ 4 ബോണ്ടുണ്ട്. ഈ കാർബൺ ഒന്നും ഇടരുത്. ഇനി ഈ കാർബണിന് 2 ബോണ്ടുണ്ട്, 2 ഹൈഡ്രജനോട് ഇടണം. ഈ കാർബണിന് 2 ബോണ്ടുണ്ട്, 2 ഹൈഡ്രജനോട് ഇടണം. ഈ കാർബണിന് 1 ബോണ്ടുണ്ട്, 3 ഹൈഡ്രജൻ ഇടണം. ഇനി അടുത്തതായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ബ്രാഞ്ച് ഒന്നുമില്ല, നേരെ പേരാണ്. 6 കാർബൺ ആറ്റം ഇടാൻ നമ്മൾ ആരോടും ചോദിക്കേണ്ട. 6 കാർബൺ ആറ്റം ഇടുകയാണ്. 6 കാർബൺ ആറ്റം ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. 6 കാർബൺ ആറ്റം ഇട്ടു. ANE എന്ന് കണ്ടോടെ എല്ലായിടത്തും സിംഗിൾ ബോണ്ടാണ്. അവർ പറഞ്ഞിട്ടുണ്ട് 2ൽ 1 2ൽ ഒരു OH, അതാണ് OL. ബാക്കി എല്ലായിടത്തും ബോണ്ട് എണ്ണി ഹൈഡ്രജൻ ഭാഗത്തിന് കൊടുക്കുന്നു. അടുത്ത കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു 3 ബ്രോമോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കൊടുക്കുന്ന എന്ത് ബ്രാഞ്ചാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് മാറിയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. ഹെപ്റ്റൈൻ എഴുതിയിരിക്കുന്നു. 7 എണ്ണം കൊടുക്കേണ്ടത് വളരെ സ്പീഡിൽ കൊടുക്കാം, തെറ്റിപ്പോകരുന്ന് മാത്രം. 7 കാർബൺ ആറ്റം. ഇനി അതിൽ ഹെപ്റ്റൈൻ എല്ലാവരും തമ്മിൽ സിംഗിൾ ബോണ്ട് കൊടുത്തു. സിംഗിൾ ബോണ്ടിൻ്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് കടുപ്പിച്ച് വരച്ചേക്കാമെന്ന് ഓർക്കരുത്. പേപ്പർ നോക്കുന്ന ടീച്ചർ ഓർക്കും ഡബിൾ ബോണ്ടാണ് വരച്ച് വെച്ചിരിക്കുന്നതെന്ന്. ഇനി അതിൻ്റെ 3ാമത്തെ കാർബൺ ആറ്റം 1 2 3 ടീച്ചർ ഒന്ന് മാറി കൊടുക്കുവാണേ. ഇവിടുന്ന് 1, ചിലർക്കൊക്കെ ഇനി അവിടെ നിന്നൊക്കെ ഒരു 1 എണ്ണാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ടീച്ചർ അവിടെ നിന്നൊന്ന് എണ്ണുകയാണ്. അവിടെ നിന്ന് എണ്ണിയിപ്പം ഇവിടെ 1 2 3 3ൽ ബ്രോമിൻ കൊടുത്തു. ഇനി നമുക്ക് സാധാരണ പോലെ ഇതിൽ 1 ബോണ്ടായിരുന്നു, ഇവിടെ 2 ബോണ്ട്. ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ 1 2 3 ബോണ്ടുണ്ട്, 1 കൊടുത്താൽ മതി. ഇവിടെ 2 ബോണ്ടുണ്ട്, 2 ഇവിടെ. അങ്ങനെ എല്ലാം നമ്മുടെ ശരിയായി. അവസാനമായി ഇങ്ങനെയൊരു കോമ്പൗണ്ടാണ്. പെൻ്റെ എന്ന് കണ്ടതോടുകൂടി 5 കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇനി അതിനകത്തെല്ലാം തമ്മിൽ സിംഗിൾ ബോണ്ട്. YNE എന്നോ ഈന്നൊന്നും നമ്മൾ കാണുന്നില്ല. സിംഗിൾ ബോണ്ട് തപ്പി തടഞ്ഞൊന്നും നിൽക്കേണ്ട. ഈന്നോ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഇത് Y എന്നൊക്കെ കണ്ടാൽ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് വരികയുള്ളൂ. ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് സിംഗിൾ ബോണ്ട് തന്നെ കൊടുത്തു. പക്ഷേ ഒരു കുഴപ്പം, ഏറ്റവും അവസാനം AL എന്നാണ് കൊടുത്തിരിക്കുന്നത്. AL എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്, അതായത് അറ്റത്തെ 1ാമത്തെ ഗ്രൂപ്പ്, ഒരു മൂലയിലെ ഗ്രൂപ്പ്. എങ്ങനെയുള്ള പെൻറ്റനാൽ എന്ന് പറയുമ്പോൾ അവസാനമാണ് കൊടുത്തിരിക്കുന്നത്. ഏത് സൈഡിൽ നിന്നായാലും കൊടുക്കാം. ഈ സൈഡിലും CHO എന്നാക്കാം. എങ്കിലും ടീച്ചറെ പെൻറ്റനാലൊക്കെ നിങ്ങൾക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കൊടുത്ത് ശീലിക്കാം. ഇനി നമുക്ക് ഇത് CHO ആയതോടുകൂടി ബാക്കി എല്ലായിടത്തും ഇവിടെ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുക. ഇവിടെ 2 ബോണ്ട്. ഇപ്പോൾ ഇത് എല്ലാം പേര് തന്ന ശേഷം അതിൻ്റെ സ്ട്രക്ചർ ഫോർമുല ഉണ്ടാക്കാനായിട്ടാണ് തന്നത്. നിങ്ങളതെല്ലാം കൃത്യമായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആശങ്കകളും പഠിക്കാൻ പറ്റാത്തതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇട്ടേക്കുക. ടീച്ചർ അത് പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇനി തന്നിരിക്കുന്ന ചോദ്യം, അവർ പേര് തന്നിട്ടുണ്ട് ഫൈൻഡ് ദ റോങ് വൺ ആൻഡ് കറക്റ്റ് ദം. ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിച്ച് അത് തിരുത്തുക. നിങ്ങൾക്കും ഇത്രയും നാളത്തെ പരിചയം കൊണ്ടറിയാം, ഈ രീതിയിൽ തന്നെയാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തെറ്റ് കണ്ടുപിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ശരിയായ പേരിട്ടിട്ട് ഒന്നും കൂടി പേര് പരിശോധിച്ചിട്ട് തെറ്റാണോ എന്ന് നോക്കുകയാണ്. അല്ലാതെ ഇതിനെ നോക്കി ഇങ്ങനെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം നോക്കിക്കേ, ഇവിടെ നിയമങ്ങൾ എപ്പോഴും ഒരേപോലെ ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. ലോങ് ചെയിൻ കണ്ടുപിടിക്കാൻ എണ്ണിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 1 2 3 4 5 നിരത്തി എണ്ണിപ്പോൾ 5. എന്നാൽ ഇങ്ങനെ എന്നിട്ട് ഇങ്ങോട്ടൊരു വലിയ ലോക്കറ്റും. പക്ഷേ
1 2 3 4 5 6 എല്ലാം തുടർച്ചയല്ലേ. ഒരു ചെയിൻ ഇങ്ങനെ വളച്ചിട്ടതുപോലെ ചിന്തിച്ച് അതിൻ്റെ ലോക്കറ്റ് ഇച്ചിരി അങ്ങോട്ട് മാറി അങ്ങ് കിടക്കുന്നു, കണ്ടോ? അതായത് ബ്രാഞ്ച് അല്പം മാറി കിടക്കുന്നത് പോലെ. ഇതിനൊരു തുടർച്ചയ്ക്കും കുറവില്ല. സോ നമ്മൾ ഈ വളഞ്ഞു കിടക്കുന്നതാണ് വളരെ നീട്ടമുള്ള ചെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതിൽ തന്നെ ബ്രാഞ്ച് പിടിച്ചേക്കുന്ന ഈ സൈഡിനോട് ചേർന്നായതുകൊണ്ട് നമ്മൾ വലിയ ചെയിനയിൽ നമ്മൾ ഇവിടം തൊട്ട് നമ്പർ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇടുന്ന പേര് ഇതിൻ്റെ നോക്കാം. 3 ബ്രാഞ്ച്, ആ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്, നെയിം ഓഫ് ദി ബ്രാഞ്ച്. ആ ബ്രാഞ്ച് 1 കാർബൺ ആറ്റം ഉള്ളതായി മാറിയിട്ടുണ്ട്. മീഥയിൽ 6 കാർബൺ ആറ്റമുള്ള ഹെക്സൈനാണ് അത്. ഇങ്ങനെയായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അവർ നമ്മൾ ഒത്തിരി നേരം അത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കിക്കൊണ്ടിരിക്കുന്നതിലും നല്ലത് കൃത്യമായിട്ട് നമ്മൾ അങ്ങ് പേര് എഴുതുകയാണ് നല്ലത്. അടുത്തതായിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു കീറ്റോൺ ആണ്. ഓൺ എന്നൊക്കെ കണ്ടു, ശരി തന്നെ. നമുക്ക് നോക്കാം 5 എണ്ണമാണോ പെൻറ്റ്? 1 2 3 4 5 5ആയിട്ട് പെൻറ്റെന്ന് തുടങ്ങിയതുകൊണ്ട് തെറ്റില്ല. പെൻറ്റെയിൻ വരെ ഇട്ടിട്ട് അവർ നമ്പർ ഇട്ട് നമ്മൾ നോക്കണം. നമ്മുടെ കീറ്റോണിൻ്റെ ഗ്രൂപ്പ് ഈ സൈഡിലായതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്പർ കൊടുത്ത് അതിന് 2 കിട്ടി. 2 ഓൺ എന്നാണ്, അത് ശരിയായ പേരാണ്. അടുത്തതായിട്ട് അടുത്ത കോമ്പൗണ്ടിനെ നോക്കി. അപ്പോൾ ബ്രാഞ്ച് ഒന്നുമില്ല, ഇതാണ് സ്ട്രെയിറ്റ് ചെയിൻ. നമ്പർ കൊടുക്കണം. നമ്പർ കൊടുത്ത് നോക്കിയപ്പോൾ ഈ സൈഡിൽ നിന്നല്ല, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് കണ്ടതുകൊണ്ട് ഇവിടുന്ന് കൊടുക്കാം. അവിടുന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ നോക്ക്, 2നും 3നും ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് ഹെക്സ എന്ന 6 കാർബൺ ആറ്റം ഹെക്സ എന്ന് ഇട്ടിട്ട് 2നും 3നും ഇടയിൽ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ആണ്, 3 അല്ല. ട്രിപ്പിൾ ബോണ്ടിനെ സൂചിപ്പിക്കുന്ന YNE എഴുതി. ഇതാണ് ശരി, ഇത് തെറ്റാണ്. അടുത്തതായിട്ട് ഒരു അല്പം വലിയൊരു കോമ്പൗണ്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്, അങ്ങനെ എല്ലാം കൂടെ ആ സൈഡ് നിറയെ ബ്രാഞ്ച്. നമ്മൾ അങ്ങനെ നമ്പർ കൊടുത്തു. 1 2 3 4 5 എന്ന് നമ്പർ കൊടുത്തു. ഇവിടുന്ന് കൊടുത്താൽ നമുക്ക് 1 2 3 ഇവിടെ 4, അതായത് രണ്ടാമത്തെ ഈ ബ്രാഞ്ചിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിന് 4 എന്നാണ് വരാൻ പോണത്. രണ്ടാമത്തെ ബ്രാഞ്ച് കൊടുത്തിരിക്കുന്നതിന് ചെറിയ നമ്പർ വരണമെന്നാണ് നമ്മുടെ നിയമം. എന്തായാലും ശരി, ടീച്ചർ എളുപ്പപ്പണി പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് ഏത് സ്ഥലത്തോട്ട് ചേർന്നിരിക്കുന്നോ ആ സ്ഥലത്തുനിന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് 2ൽ 2 എണ്ണം. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണമായിരുന്നു? 2 ശരി മുകളിൽ എഴുതാം അല്ലേ, തെറ്റ് താഴെ പോട്ടെ. 2,2 എന്ന് എഴുതി. അതിൻ്റെ അടുത്ത് കോമായിട്ട് 3 എഴുതി. അവിടെയെല്ലാം ക്ലോറിനാന്നുള്ളതിന് 3 ക്ലോറോയെ സൂചിപ്പിക്കുന്ന ട്രൈ എന്നിട്ടിട്ട് ക്ലോറോ എന്ന് എഴുതി. എന്നിട്ട് 5 എന്ന് സൂചിപ്പിക്കുന്ന പെൻറ്റെയിൻ നമ്മൾ വൃത്തിയായിട്ട് എഴുതി. അങ്ങനെ അതിൻ്റെ പേരും ആയി. അപ്പം 4 കോമ്പൗണ്ടാണ് പേരെഴുതാനുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5ാമത് 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഞാൻ 5ഉം 6ഉം ഒന്നിച്ച് കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ഒരു ചിന്തയനുസരിച്ച് അത് രണ്ടും വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നതും. അത് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇതൊരു 4 മാർക്ക് ചോദ്യമാകാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതേപടി തരാനാണ് സാധ്യത. മറ്റൊരു എക്സാമ്പിൾ പോലും മാറിയിടാൻ സാധ്യത കുറവാണ്. നോക്കൂ, 2 കോമ്പൗണ്ടുകൾ തന്നിട്ട് എന്ത് ഐസോമറിസമാണ്? ഐസോമറിസം എന്ന് പറഞ്ഞാൽ അതെല്ലാം പാഠം നന്നായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ മോളിക്കുലാർ ഫോർമുല എണ്ണി നോക്കുമ്പോൾ C4H10O എന്നാണ് ഇവിടെയും കിട്ടുക. ഇവിടെ C4H10O എന്ന് കിട്ടി. രണ്ടിനും കാർബൺ ഒരുപോലെ, ഹൈഡ്രജൻ ഒരുപോലെ, ഓക്സിജൻ ഒരുപോലെ. അപ്പോൾ അവർക്ക് ഐസോമറിസം ഉണ്ട്. എന്ത് ഐസോമറിസാണ്? ഡിഫറൻസ് എന്തിലാന്ന് നോക്കുക. ഇതിനകത്ത് O എന്ന ഫങ്ഷണൽ ഗ്രൂപ്പും ഇതിനകത്ത് OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പും ഡിഫറെൻറ്റ്. സോ എന്തിലാണോ ഡിഫറെൻറ്റ് ആ ഐസോമറിസം ആയിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഫങ്ഷണൽ ഐസോമറിസം. ഇനി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേക്കുകയാണ്. മോളിക്കുലാർ ഫോർമുലയൊക്കെ ചോദിക്കും ഇതിനകത്ത്. അപ്പോൾ ഇവിടെ A B പാർട്ടേ ഉള്ളൂ. ഞാനൊരു ABCD പാർട്ട് വന്നിട്ട് ഈ ചോദ്യം ഒരു 4 മാർക്കിന് പ്രതീക്ഷിക്കുന്നു. മോളിക്കുലാർ ഫോർമുല രണ്ടിൻ്റെയും എഴുതാനായിട്ട് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഇപ്പം തന്നെ എഴുതിയേക്കുന്നത്. ഇപ്പോഴേ ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു മെറ്റാമർ കൂടി എഴുതാമോ? മെറ്റാമർ എന്ന് പറഞ്ഞാൽ ഈതറിന് മാത്രമുള്ള ഒരു പരിപാടിയാണ് മെറ്റാമർ.
ഓക്സിജൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് 2 ആണെങ്കിൽ അതിൻ്റെ കൂട്ടുകാരനായ മെറ്റാമറിന് ആ ഓക്സിജൻ്റെ ഇരുവശങ്ങളിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? ഓക്സിജൻ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ 2 2 എന്നാണ് അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ ഒരു സെറ്റപ്പിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് 1 കാർബണും രണ്ടാമത്തെ ഭാഗത്തിൽ ഒരു 3 കാർബണും കൊടുക്കുന്നു. അതായത് ഇവിടെ നിന്ന് ഒരെണ്ണത്തെ പറഞ്ഞ് അങ്ങോട്ട് വിടുന്നു. പക്ഷേ വിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ നമ്മൾ വേണം കൊടുക്കാൻ. ഇവിടെ കാർബണിന് 1 ബോണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, 3 ഹൈഡ്രജൻ. ഇവിടെ കാർബണിന് ചുറ്റും 2 ബോണ്ടുണ്ട്, CH2. ഇവിടെയും 2, ഇവിടെ CH3 എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറ്റാമർ. ഒന്നിൻ്റെ മെറ്റാമർ എന്ത്? പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ പേരെഴുതാനായിട്ട് ചോദിക്കുന്നു. ഇങ്ങനെ 4 ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ച് 4 മാർക്കിനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, ഓയും OHും വന്നു. ഇത് ഈഥറാണ്. ഒന്നുകൂടെ പറയാണ്, ഇത് ഈഥർ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ പെടുന്നതാണ്. ഇത് ആൽക്കഹോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ പെടുന്നതാണ്. ഈഥറും ആൽക്കഹോളും നിങ്ങൾ എവിടെ കണ്ടോ അവർ തമ്മിലുള്ളത് ഫങ്ഷണൽ ഇവർ തമ്മിലായിരിക്കും ഫങ്ഷണൽ ഐസോമർ, ഈഥറും ആൽക്കഹോളും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അടുത്തതും അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടുത്തെ ഗ്രൂപ്പുകൾ ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പുമാണ്. ഇവർ തമ്മിലും ഫങ്ഷണൽ ഐസോമർസും ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഒരു ഈഥറും ആൽഡിഹൈഡും തമ്മിലോ ഇങ്ങനെ ജോഡിയാകുകയില്ല. ഇങ്ങനെ ജോഡിയാകില്ല. ഈഥറും ആൽക്കഹോളും തമ്മിൽ ജോഡി, ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ ജോഡി എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഒരിക്കലും ഈഥറിന് കൂട്ടുകാരനായിട്ട് ഇവരാരും വരികയില്ല. ആൽക്കഹോൾ മാത്രമേ വരികയുള്ളൂ ഫങ്ഷണൽ ഐസോമറായിട്ട്. ഫങ്ഷണൽ ഐസോമറായിട്ട് ഈഥറിൻ്റെ കൂട്ടുകാരൻ ആൽക്കഹോളാണ്. ഫങ്ഷണൽ ഐസോമറായിട്ട് ആൽഡിഹൈഡിൻ്റെ കൂട്ടുകാരൻ കീറ്റോണാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ പേരെന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ബ്രാഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് ഒന്നും വേണ്ട. നമ്പർ കൊടുക്കുന്നു, ഇവിടെ നിന്ന് നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്താൽ ഉടനെ പേര്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. 5 ആണ്, അപ്പോൾ ഉടനെ പെൻഡെ എന്ന് കൊടുത്തു. അതിൻ്റെ പെൻഡെയിൻ വരെ കൊടുത്തിട്ട് ആൽഡിഹൈഡായതുകൊണ്ട് പെൻഡനാൽ. ഇവിടെ ഇത് ഐസോമർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 5 കാർബൺ C5 H എണ്ണി നോക്കുക. 3 2 5, 5 2 7, 7 2 9 1 10 H10 O എന്നാണ്. ഇവിടെ എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് C5 H10 O എന്ന് കിട്ടും. അപ്പോൾ 2ൻ്റെ മോളിക്കുലാർ ഫോർമുല 1 ആണ്, ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങളിവിടെ എഴുതേണ്ടത് ടീച്ചറിൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, എഴുതാത്ര സ്ഥലമില്ല. സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് നിങ്ങൾ ഇവിടെ എഴുതി വെക്കണം. അതുകൊണ്ടാണ് ഇവർ ഐസോമർസം കാണിക്കുന്നത്. എന്ത് ഐസോമർസമാണ്? ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം, അതുകൊണ്ട് ഫങ്ഷണൽ ഐസോമർസം. നല്ല രസിച്ച് സന്തോഷമായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് വളരെ രസകരമായിട്ട് തോന്നും, അല്ലാത്തവർക്ക് ഇത് പക്ഷേ രസകരമായി പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും മാർക്ക് വേണം. അതുകൊണ്ട് ഇതിൽ എളുപ്പവഴിയിൽ എന്തെങ്കിലും പഠിപ്പിച്ച് കുട്ടികൾക്ക് എളുപ്പവഴി ഉണ്ടായിരുന്ന ടീച്ചർ പറഞ്ഞു തന്നേനെ. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പാഠം ഇത്ര വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ നല്ല സന്തോഷത്തോടെ ഇഷ്ടത്തോടെ പഠിച്ച് മാതാപിതാക്കൾക്കും ഒക്കെ നല്ല മാർക്കിൻ്റെ കൊണ്ടുപോയി സന്തോഷം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. സ്ട്രക്ചർ ഫോർമുല ഓഫ് പൊസിഷൻ ഐസോമർ ഓഫ് സെക്കൻഡ് കോമ്പൗണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഈ കോമ്പൗണ്ടിൽ CO ഗ്രൂപ്പ് വന്നിരിക്കുന്നത് 1 2 വന്നിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ പൊസിഷൻ മാറ്റിയിടുക എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങളെല്ലാം റെഡിയാക്കുക. 1 2 3 4 5 കാർബൺ. നമ്മൾ സന്തോഷമായിട്ട് 5 കാർബൺ ആറ്റം അങ്ങോട്ട് എഴുതുന്നു. 5 കാർബൺ എഴുതുന്നു. ഇവിടെ 1 2 നമ്മൾ ഇങ്ങോട്ട് പിടിച്ചിടുന്നു. അപ്പോൾ 3 അപ്പം നമ്പർ വ്യത്യാസം വന്നതോടുകൂടി അത് കാർബണും ഹൈഡ്രജനും എല്ലാം 1 കാരണം ഇവിടെ ഒരു വര, ഇവിടെ 2 ബോണ്ട് 2 ഹൈഡ്രജൻ ആറ്റം, ഇവിടെ 2 ബോണ്ട് 2 ഹൈഡ്രജൻ ആറ്റം, ഇവിടെ 1 ബോണ്ട് 3 ഹൈഡ്രജൻ ആറ്റം. എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാം C5 H10 O എന്നാണ്. അതായത് രണ്ടാമത്തേതിൻ്റെ അതേ ഫോർമുല, പക്ഷേ ഈ CO ഗ്രൂപ്പ് ഇവിടെ 2 ഇവിടെ 3 അതുകൊണ്ട് പൊസിഷനാണ് വ്യത്യാസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് തന്നെ, പൊസിഷനിൽ വ്യത്യാസമുള്ളതുകൊണ്ട് പൊസിഷൻ ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നാൽ ഫങ്ഷണൽ ഐസോമർസം. ഇനി കൊടുത്തിരിക്കുന്ന ചോദ്യം നമുക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ടാക്കിയാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഇതിൻ്റെ എല്ലാം ഓരോ ജോഡി ഐസോമർ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ എണ്ണി നോക്കി പറയാൻ നല്ല എളുപ്പമായിരുന്നു.
ഇവിടെ നമ്മൾ ശ്രദ്ധാപൂർവം ഇത് വായിച്ചുകൊണ്ടൊക്കെ കുറേ മനസ്സിലാക്കി എടുക്കാം. ആദ്യം നമുക്ക് എളുപ്പത്തിലുള്ള ജോഡി നോക്കാം. ഇവിടെ നോക്കിയാൽ 3 കാർബൺ ആറ്റം, ഇവിടെ പ്രൊപ്പ് 3 കാർബൺ ആറ്റം വീതമുണ്ട്. അതിൽ ഓൾ എന്ന് പറഞ്ഞതോട് OH ഗ്രൂപ്പ്, ഒന്നിൽ OH ഗ്രൂപ്പ് വന്നു, 2ൽ OH ഗ്രൂപ്പ് വന്നു. OHൻ്റെ പൊസിഷൻ മാറി. 1ൽ OH വന്നാൽ പെൻറ്റ് പ്രൊപ്പൈൻ 1 ഓൾ, 2ൽ OH വന്നാൽ പ്രൊപ്പൈൻ 2 ഓൾ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു ജോഡി ആയിരിക്കും, ഉറപ്പല്ലേ? 3 കാർബൺ ആറ്റം, ഓൾ എന്ന് പറയുന്ന OH ഗ്രൂപ്പ്, 1ൽ 2ൽ. പൊസിഷനാണ് വ്യത്യാസം, 1ലും 2ലും പൊസിഷൻ. സോ C ആൻഡ് E എന്ന് എഴുതിയിട്ട് പൊസിഷൻ ഐസോമർ എന്ന് കൊടുക്കാവുന്നതാണ്. ഐസോമർ കാണിക്കാൻ എപ്പോഴും 2 കൂട്ടുകാർ വേണം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഓക്സി കൂട്ടിയുള്ള 2 കോമ്പൗണ്ടേ ഇവിടെ ഉള്ളൂ. ആ ഓക്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം O വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാർബൺ ആറ്റങ്ങൾ വ്യത്യാസം. ഇവിടെ മെത്തോക്സി എന്ന് തുടങ്ങി, ഇവിടെ എത്തോക്സി എന്ന് തുടങ്ങി. 1 കാർബൺ 2 കാർബൺ ഒരു സൈഡിൽ, ഇവിടെ 3 കാർബൺ അടുത്ത സൈഡിൽ, ഇവിടെ 2 കാർബൺ. എന്തായാലും 2 2 4, ഇവിടെ 1 3 4. അപ്പോൾ ഓക്സി ചേർത്ത് വരുന്ന ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിലാണ് വ്യത്യാസം. അതുകൊണ്ട് ഇവർ തമ്മിലൊരു ജോഡിയാണ്. ആ ജോഡി കാണിക്കുന്നത് ഈതർ ആയതുകൊണ്ട് തന്നെ ആ ഐസോമറിസത്തിൻ്റെ പേര് മെറ്റാമറിസം. ഇനി 2 പേരെ കൂടിയേ പറയാനുള്ളൂ, 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈനും ഹെക്സൈനും. ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് നമ്മളൊന്ന് ഹെക്സൈൻ എന്ന് കണ്ടതോടുകൂടി 6 കാർബൺ ആറ്റം എഴുതിയിട്ട് ആവശ്യത്തിന് ഹൈഡ്രജൻ കൊടുത്താൽ അത് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ടീച്ചർ എപ്പോഴും 2 എണ്ണം അപ്പുറത്തൊന്നും പറയണില്ല കേട്ടോ. നിങ്ങൾ പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ചെയ്യണം. വീഡിയോയുടെ ലെങ്തും നിങ്ങളുടെ MB ഒന്നും തീരണ്ടെന്ന് ഓർത്താ. ഹെക്സൈൻ വെറുതെ ഒരു ബ്രാഞ്ചും ഇല്ല, പക്ഷേ ഇവിടെ 2 ബ്രാഞ്ച് പറഞ്ഞ് ബ്യൂട്ടൈനയിൽ. അപ്പം നമുക്ക് നോക്കാം. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ. അപ്പോൾ നമ്മളെല്ലാം വരച്ചു. 4ൽ 2ലും 3ലും ഓരോ മീഥൈൽ ഗ്രൂപ്പ് കൃത്യമായിട്ട് വരച്ചു വെച്ചു. ഇവിടെ 3 എണ്ണം വരും. ഇവിടെ 3 ബോണ്ട് കൊണ്ട് 1. ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ C6 H14 എന്നാണ് നിങ്ങൾക്ക് കാണാം. ഇവിടെയും അതുപോലെ തന്നെ C6 H14 ആണ്. 2 കോമ്പൗണ്ടും ഒരേ മോളിക്കുലാർ ഫോർമുലയാണ്. പക്ഷെ ഒന്ന് നല്ല സ്ട്രെയിറ്റ് ചെയിൻ, ഒന്ന് ബ്രാഞ്ചഡ് ചെയിൻ. അപ്പോൾ ചെയിനിലാണ് വ്യത്യാസം. അവിടെ ചെയിൻ കൂട്ടിയുള്ള ഐസോമറിസം, ചെയിൻ ഐസോമറിസം എന്ന് എഴുതണം. ഇവയ്ക്ക് രണ്ടിനും കൂടെ ചെയിൻ ഐസോമറിസം. സ്ഥലമില്ലാത്തതുകൊണ്ട് ടീച്ചർ കുത്തിക്കൂട്ടി എഴുതുന്നില്ല. ഐസോമറിസം എന്നുകൂടി എഴുതണം. ഇങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെ അവസാനം ഒരു പരീക്ഷാ ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ തരാറുണ്ട്. എല്ലാ പ്രിയ കുട്ടികളും തന്നെ അത് നോക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ കമൻറ്റിൽ എഴുതിയിടാറുണ്ട്. അത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്നും ടീച്ചറിൻ്റെ ക്ലാസ് കൊണ്ട് മനസ്സിലായി എന്നും എനിക്ക് സന്തോഷം തരാറുണ്ട്. അപ്പോൾ ടീച്ചർ ആ ചോദ്യം തരികയാണ്, പരീക്ഷാ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ഇവിടെ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് കാണാം, ഇവിടെ ഒരു കോമ്പൗണ്ട് കാണാം. ഈ കോമ്പൗണ്ടിൻ്റെ ഇതല്ലാത്ത, ഇത് 2 ഐസോമറാണ്, ചെയിൻ ഐസോമർ. ഈ 2 കോമ്പൗണ്ടുകളുടെ ഇത് രണ്ടുമല്ലാത്ത 3-മതൊരു ഐസോമർ നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണം. പാവം കുട്ടികളാന്ന് വെച്ചാൽ ഒരു ക്ലൂ ടീച്ചർ തരികയാണ്. ഇവിടെ 2 ബ്രാഞ്ച് തന്നിട്ടുണ്ട്. 4 ചെയിൻ വെച്ചിട്ട് 5 ചെയിൻ വെക്കുക. ഒരു ബ്രാഞ്ച് ഉള്ളതൊന്ന് എഴുതി നോക്കുക. അതിനും 2 എണ്ണം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും വേറെ വേറെ കിട്ടുള്ളൂ. 2 ഉത്തരവ് ശരിയായിരിക്കും. ശരിയാണെങ്കിൽ ടീച്ചർ മറുപടി തന്നേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒന്നുകൂടി മലയാളം മീഡിയം ക്ലാസ്സും ഫിസിക്സിൻ്റെ ക്ലാസ്സുകളും ടീച്ചർ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്കൂൾ തുറന്നിട്ടൊന്നും ഒരു ക്ലാസ്സും കണ്ട് അവിടെ ഉണ്ടല്ലോ, നമുക്ക് ഇത്രയും കാലം കൊണ്ട് പിടികിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ പുസ്തകം നന്നായി പഠിച്ച് മനസ്സിലാക്കി നല്ല ചിട്ടയായിട്ട് പഠിക്കണം. അതിന് നല്ല സമയം എടുക്കണം. അല്ലാതെ പരീക്ഷയുടെ തലേന്ന് ഓടി ചെന്നാൽ ചിലപ്പോൾ നമുക്ക് ഇതിലെ ഓരോന്നൊക്കെ മാർക്കൊക്കെ കിട്ടുമായിരിക്കും, ചിലപ്പോൾ അതുപോലും ലഭിച്ചില്ലെന്ന് വരും. ഇപ്പം നിയമങ്ങളൊക്കെ ഒത്തിരി മാറി വന്നിട്ടുണ്ട്. ടീച്ചർ കൃത്യമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നവ പറഞ്ഞു തരുന്ന ക്ലാസ്സുകളാണ് എടുക്കുന്നതെന്ന് ഫ്രണ്ട്സിനോട് പറയണം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.